ഇസ്ലാം മതവിശ്വാസികൾക്ക് നിസ്കാരപ്പായ ഒരുക്കി കാക്കുന്ന ക്ഷേത്രം. ഹിന്ദുമത വിശ്വാസികൾക്ക് പൊങ്കാലയിടാൻ പള്ളിയങ്കണം തുറന്നു നൽകുന്ന മതസൗഹാർദ്ദത. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുവാൻ കഴിയുന്ന ആചാരവിസ്മയങ്ങളുമായി ഒരു ക്ഷേത്രം. മതങ്ങളുടെ അതിർവരമ്പുകളും മതിൽക്കെട്ടുമില്ലാത്ത ആരാധനാലയങ്ങൾ മന്ത്രയുടെ സ്വപ്നമാണ്. വിശ്വാസികളായ ഏവർക്കും മതത്തിൻ്റെ പരിരക്ഷ കൂടാതെ ഏത് ആരാധനാലയങ്ങളിലും കയറി ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനും എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ മാത്രമാണ് മതസൗഹാർദ്ദമായ രാജ്യം നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നത്. ഇത് മന്ത്രയുടെ മാത്രം അഭിപ്രായമാണ്. മന്ത്രയെ കേൾക്കുന്നവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. അവ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മന്ത്ര എന്നുള്ളത് വെങ്കമല ദേവീക്ഷേത്രത്തിലാണ്. ഒരു മുത്തശ്ശിക്കഥ പോലെ നമ്മുടെ ചിന്തകളെ വിസ്മയകരവും സാങ്കല്പികവുമായ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് വെങ്കമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ. ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണത്. സർവമത തീർത്ഥാടന കേന്ദ്രം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. കേരളത്തിലെ ഇപ്പോഴത്തെ സമകാലീന സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ ക്ഷേത്രവും ഇവിടുത്തെ ജനതയുടെ കാഴ്ചപ്പാടുകൾ വേറിട്ട അനുഭവമായി മാറുന്നു. ക്ഷേത്രത്തിൽ നിസ്കരിക്കുവാനുള്ള സൗകര്യമുണ്ടെന്നുള്ളത് നൂറ്റാണ്ടുകളായുള്ള ഒരു ആചാരമാണ്. ക്ഷേത്രത്തിലെ കാരണവപ്രതിഷ്ഠായ മുത്തൻ്റെ അമ്പലത്തിലെ ഉമ്മറത്താണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ അവിടെ വന്ന് വിശ്വാസികൾ നിസ്കരിക്കുന്നത് സാക്ഷിയാകുവാൻ മന്ത്രയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാം മത വിശ്വാസികൾക്കായി ക്ഷേത്രത്തിൽ നോമ്പുതുറ സംഘടിപ്പിക്കാറുണ്ടെന്നുള്ളതും ക്ഷേത്രോത്സവത്തിന് പൊങ്കാല നടക്കുന്നതിനും മരുന്നുമൂട്ടിലുള്ള മുസ്ലിം പള്ളി അങ്കണത്തിൽ പൊങ്കാലയിടുവാനെത്തുന്നവർക്ക് സൗകര്യം ഒരുക്കി നൽകുന്നതും മതസൗഹാർദ്ദതയുടെയും പരസ്പര ആചാര ബഹുമാനങ്ങളുടെയും കഴമ്പുള്ള കാഴ്ചയാണ്. കൗളവ ആചാരപ്രകാരം പ്രത്യേക മന്ത്രങ്ങളില്ലാതെ ഗൗളി മന്ത്രത്താൽ ഗോത്രവർഗക്കാരുടെ ആരാധന മാത്രം കൊണ്ട് തൃപ്തയായി സർവൈശ്വര്യവും ചെരിയുന്ന വനദുർഗാ സങ്കല്പത്തിലാണ് ദേവീ ചൈതന്യ പ്രതിഷ്ഠ. തെക്കൻ കേരളത്തിലെ തന്നെ ഗിരിവർഗക്കാരുടെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വേങ്കമല. ശാന്തസ്വരൂപിണിയായ ദേവിയും ഉഗ്രരൂപിണിയായ കരിങ്കാളിമൂർത്തിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ഭാരതത്തിൽ തന്നെ അത്യപൂർവമാണ് ഇത്തരം പ്രതിഷ്ഠ. ആലംബഹീനരുടെ മുന്നിൽ അമ്മയായും അപരാധികൾക്ക് മുന്നിൽ ദുർഗയായും മാറുമെന്ന് ഈ ദേവീ ചൈതന്യം ഓരോ ഭക്തനെയും ഓർമ്മപ്പെടുത്തുന്നു. ഐതിഹ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ പരിവേക്ഷ നൽകാൻ വേങ്കമലയ്ക്ക് ചുറ്റുമുള്ള ഓരോ മണൽത്തരികൾക്കും കഴിയും. വേങ്കമലയ്ക്ക് പറയുവാനുള്ളത് തലമുറകൾ പകർന്നു നൽകിയ ആദിമ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും കഥകളാണ്. ചിറയൻകീഴിലെ ശാർക്കര ദേവീക്ഷേത്രവും വേങ്കമല ക്ഷേത്രവും ഐതിഹ്യത്താൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. കൊടും തപസ്സിൽ ശക്തനായി 14 ലോകത്തും നാശം വിതയ്ക്കുന്ന ദാരികനെ നിഗ്രഹിക്കാൻ ഭദ്രകാളി തൻ്റെ പടയാളികളോടൊപ്പം പുറപ്പെട്ടു. ശാർക്കരപ്പറമ്പിൽ വച്ച് ദേവിയും ദാരികനുമായി ഘോരമായ യുദ്ധം ആരംഭിച്ചു. വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിൽ ദേവിക്ക് ദാരികനെ നിഗ്രഹിക്കാനായില്ല. ഒടുവിൽ ദേഹാസകലം ദാരികന്റെ അമ്പേറ്റ് ക്ഷീണിതയായ ദേവി പിതാവായ മഹാദേവനെ ധ്യാനിക്കുകയും പാർവതീദേവിയിൽ നിന്ന് ദാരിക നിഗ്രഹ രഹസ്യം മനസ്സിലാക്കി ശിവഭഗവാൻ അനുഗ്രഹിച്ചു നൽകിയ തിരുമുടിയുമേന്തി ഭദ്രകാളി ദേവി വീണ്ടും യുദ്ധമാരംഭിച്ചു. ശാർക്കര ക്ഷേത്രത്തിലെ മുടിയൊഴിച്ചിൽ കാളിയോട്ട് ചടങ്ങുകളും ഈ ദേവി ദാരിക യുദ്ധത്തിൻ്റെ പ്രതീകാത്മകമായ ആചാരമാണ്. ഒടുവിൽ ദേവിയുടെ ശക്തിക്ക് മുന്നിൽ ദാരികനെ പിടിച്ചു നിൽക്കുവാനായില്ല. ദാരികൻ പ്രാണരക്ഷാർത്ഥം ഓടി പള്ളിയറ നെടുമ്പറമ്പിലെത്തി. അവിടെ വച്ച് ദാരികനെ ദേവി വധിച്ചു. ദാരികന്റെ രക്തത്തിൽ നിന്ന് ആയിരക്കണക്കിന് ദാരികന്മാർ രൂപം കൊണ്ടു. ദാരികപ്പടയാളികളെ രക്തം ചൊരിയാതെ കൊന്നൊടുക്കുവാൻ രോക്ഷാകുലയായ ദേവി വസൂരി വിത്തുകൾ വാരിയെറിഞ്ഞു. ദാരികന്മാർ വസൂരി രോഗത്താൽ ചോര ചിന്താതെ ചത്തൊടുങ്ങി എന്നാണ് ഐതിഹ്യം. കേൾക്കുമ്പോൾ വെറും കഥകളായി ഇപ്പോൾ നമുക്ക് തോന്നുന്ന ഈ ഐതിഹ്യങ്ങളെ ബലപ്പെടുത്തുന്നതാണ് വേങ്കമലയ്ക്ക് ചുറ്റുമുള്ള ഓരോ പ്രദേശവും അവിടുത്തെ നാമങ്ങളും. ദാരികന്റെ കരം അറ്റു വീണ സ്ഥലം കരമറ്റു വീണിടം എന്നും അത് കാലാന്തരത്തിൽ കാരേറ്റ് ആയി മാറിയെന്നും ദാരികന്റെ വാൾ വീണ സ്ഥലം വാളെറിഞ്ചാൻ കുഴിയെന്നും പിന്നീട് വാളെറിഞ്ഞാൽ കുഴിയായും മാറി എന്നും പറയപ്പെടുന്നു. ദാരികന്റെ ഉടൽ അഥവാ മേലറ്റു വീണ സ്ഥലം മേലറ്റു വീണ ഭൂമി എന്ന അർത്ഥത്തിൽ മേലാറ്റുമൂഴിയായി. തലയറ്റ് മാംസം വീണ മല തലയാറ്റുമലയായും തല വീണിടം തലയലും ആയി പരിണമിച്ചു എന്ന് പറയപ്പെടുന്നു. ദാരികന്റെ രക്തം വീണ് ചുവന്ന പ്രദേശം രുദ്രംകുഴിയായി മാറി എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്നും ഈ സ്ഥലങ്ങൾ ഇതേ പേരിലാണ് അറിയപ്പെടുന്നത്. വാളെറിഞ്ചാൻ കുഴി ഒഴികെ
തലയാറ്റുമലയിൽ ശാസ്താക്ഷേത്രവും മറ്റു സ്ഥലങ്ങളിൽ ദേവീക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഇതിൽ തലയിൽ ദേവി വേങ്കമല അമ്മയുടെ അനുജത്തി എന്നാണ് സങ്കല്പം. തലയിൽ ക്ഷേത്ര ഉത്സവത്തിന് തിരുവാഭരണം വേങ്കമലയിൽ നിന്ന് പൂജിച്ച് കാനന മാർഗത്തിലൂടെയാണ് എത്തിക്കുന്നത്. ഇവിടെയും ഗിരിവർഗവിധി പ്രകാരമാണ് ഉത്സവം നടത്തുന്നത്. രുദ്രംകുഴിയിലെ രക്തച്ചുവപ്പോടുകൂടിയ മണ്ണ്, വാളറിഞ്ഞാൻകുഴിയിലെ ഒരിക്കലും വറ്റാത്ത വാളിൻ്റെ ആകൃതിയിലുള്ള പാറക്കുളം, ദാരിക പടയാളികളുടെ നിഗ്രഹത്തിനായി ദേവി എറിഞ്ഞ വസൂരി വിത്തുകൾ പ്രത്യേകതരം പോടുള്ള കറുത്ത കല്ലുകളായി കാരേറ്റിനും മേലാറ്റുമൂഴിയെയും ബന്ധിപ്പിക്കുന്ന ആനക്കുടി ഏലായിലും പ്രദേശത്തും കാണപ്പെടുന്നതും എല്ലാം ഐതിഹ്യങ്ങളെ വിശ്വസനീയമായി പ്രപഞ്ചസത്യമായി വേങ്കമല കുന്നുകൾക്ക് അടിവാരത്ത് ഇന്നും കാണപ്പെടുന്നു. യുദ്ധാനന്തരം കോപമടക്കാൻ കഴിയാതെ ദേവി നാലുപാടും പാഞ്ഞു. അകലെ സായന്തന സൂര്യൻ്റെ കിരണമേറ്റ് അരുണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്ന വേങ്കമലക്കുന്ന് ദേവിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ ഭംഗിയിൽ ആകർഷ്ടയായി ദേവി വേങ്കമല ലക്ഷ്യമാക്കിപ്പോയി. യുദ്ധത്തിൻ്റെ കെടുതിയിൽ ക്ഷീണിതയായ ദേവി കർഷക സ്ത്രീയുടെ വേഷം കൊണ്ട് വേങ്കമല കുന്നുകൾക്ക് അടിവാരത്ത് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമീപമെത്തി. അവിടെ നിന്ന് ജന്മിയോട് ദാഹജലം ആവശ്യപ്പെട്ടു. താണജാതിയിൽപ്പെട്ട സ്ത്രീക്ക് ദാഹജലം നൽകാൻ ജന്മി തയ്യാറായില്ല. അപ്പോൾ അവിടെ ജോലിയിലിരുന്ന മുത്തൻകാണി എന്നയാൾ തെങ്ങിൽ കയറി കരിക്കടത്ത് ദേവിക്ക് നൽകി. കരിക്കിൻ വെള്ളം കുടിച്ച് ദാഹമകറ്റിയ ദേവി മുത്തൻകാണി നൽകിയ വെറ്റിലയും അടക്കയും കൊണ്ട് മുറുക്കുകയും ചെയ്തു. മുത്തൻകാണിയിൽ സംപ്രീതയായ ദേവി ഇന്നു മുതൽ താൻ വേങ്കമലക്കുന്നുകൾക്ക് അടിവാരമുള്ള ഇവിടെ കുടിയിരിക്കുമെന്നും ഗിരിവർഗക്കാരുടെ പൂജയിൽ താൻ സംപ്രീതയാകുമെന്നും അരുൾ ചെയ്തു. അപ്രകാരം പുത്തൻകാണി ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്ത് ദേവിയെ കുടിയിരുത്തി ഗിരിവർഗക്കാരുടെ പൂജ നടത്തി എന്നാണ് ഐതിഹ്യം. വേങ്കമലക്കുന്നിൽ രൗദ്രഭാവത്തിലെത്തിയ ദേവി വിശ്രമശേഷം ശാന്തഭാവത്തിൽ തിരികെ പോയി എന്ന സങ്കല്പത്തിലാണ് ശാന്തരൂപിണിയായ രുദ്രയും ഉഗ്രരൂപിണിയായ കരിങ്കാളിമൂർത്തിയുടെയും പ്രതിഷ്ഠ എന്നനുമാനിക്കാം. മുത്തൻ കാരണവർ, കന്യാവ്, ഗണപതി, ആയിരവല്ലി, കുട്ടിച്ചാത്തൻ, നാഗരാജാവ്, ബ്രഹ്മരക്ഷസ്, പഞ്ചിയമ്മ, അപ്പൂപ്പൻ എന്നീ ഉപപ്രതിഷ്ഠകളും അടങ്ങുന്നതാണ് വേങ്കമല ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ ഉൾപ്പെടെ എല്ലാ പ്രതിഷ്ഠകളും തുറന്ന അമ്പലമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വെയിലും മഴയും കാറ്റും ഉൾപ്പെടെയുള്ള പഞ്ചഭൂതങ്ങളുടെ സാമീപ്യം ചൈതന്യമായി മാറ്റി വനദുർഗയായി ആയിരങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ദേവി വേങ്കമലയിൽ കുടികൊള്ളുന്നു. മംഗല്യ തടസ്സത്താൽ മനം നൊന്ത് ദേവിക്ക് താലി നേർന്ന് സുമംഗലിയായവർ ഏറെയാണ്. സന്താനലബ്ധിക്കായി അമ്മയുടെ മുന്നിലെത്തി പ്രാർത്ഥിച്ച് സന്താനഭാഗ്യം നേടിയവരുമേറെ. അങ്ങനെ ദേവിക്ക് മുമ്പിലെത്തി സങ്കടമുണർത്തിച്ചവർക്കെല്ലാം ആശ്രയമായി മാറിയതിനാലാണ് അന്യജില്ലകളിൽ നിന്ന് പോലും ഭക്തർ വേങ്കമല അമ്മയുടെ മുന്നിലെത്തുന്നത്. വിളിദോഷവും ശത്രുദോഷവും അകലാൻ കരിങ്കാളിമൂർത്തിക്ക് നാളികേരം ഉച്ചാടനം ചെയ്യുന്നതാണ് പ്രധാന വഴിപാടുകളിലൊന്ന്. ശത്രുസംഹാര പൂജയും ദേവിക്ക് പട്ടും കരിങ്കോഴിയും ആടും നേരുന്നതും ഇവിടത്തെ പ്രധാന വഴിപാടുകളാണ്. ദേവിക്ക് ഏറ്റവും പ്രിയങ്കരം പൊങ്കാല നിവേദ്യമാണ്. ദേവിക്ക് മുന്നിൽ പൊങ്കാലയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിയുണ്ടാകും എന്നാണ് വിശ്വാസം. കന്യാവാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രതിഷ്ഠ. ശിശുക്കൾ മരിച്ചാൽ കുടിയിരുത്തുന്നത് ഇവിടെയാണ്. ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാൽ ഇവിടെ എത്തി പാവയും കരിവളയും ആൽമരത്തിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ വീണ്ടും ആരോഗ്യമുള്ള കുട്ടികൾ ജനിക്കുമെന്നാണ് വിശ്വാസം. കുട്ടിച്ചാത്തനും ആയിരവല്ലിക്കും പഴവർഗ്ഗങ്ങൾ കാണിക്കയർപ്പിക്കുന്നതും കുഞ്ഞുങ്ങൾ ഞെട്ടിയുണരുന്നത് തടയാൻ കുട്ടിച്ചാത്തന് മധുരപലഹാരങ്ങൾ കാണിക്ക വയ്ക്കുന്നവരും നിരവധിയാണ്. അപ്പൂപ്പന് കള്ളം മുറുക്കാനുമാണ് പ്രധാന കാഴ്ചവസ്തു. വിട്ടുമാറാത്ത തലവേദന പോലും അപ്പൂപ്പന് കാണിക്ക വെച്ചാൽ മാറുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രപ്പറമ്പിന് ഒത്ത നടുവിലെ ഗൃഹത്തിലാണ് മുത്തൻ കാരണവരുടെ പ്രതിഷ്ഠ. മുത്തൻ കാണിക്ക് തോർത്തും മുണ്ടും രുദ്രാക്ഷവും ചൂരലും കാണിക്ക വയ്ക്കലാണ് മറ്റൊരു വഴിപാട്. മുത്തൻ കാരണവർക്ക് കാണിക്ക വച്ചാൽ തടസ്സങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ദേശീയ മഹോത്സവം 2025 മാർച്ച് 21 മുതൽ 28 വരെ വിവിധ കലാപരിപാടികളോടുകൂടി നടത്തപ്പെടുന്നുണ്ട്. തൃക്കൊടിയേറ്റ് മാർച്ച് 21-നും പൊങ്കാല മാർച്ച് 28 വെള്ളിയാഴ്ചയുമാണ്. ദുർഗാദേവിയെയും കരിങ്കാളിമൂർത്തിയെയും വണങ്ങി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും അറിഞ്ഞ് വീഡിയോയും എടുത്ത് വേങ്കമല കുന്നിറങ്ങുമ്പോൾ മന്ത്രയുടെ മനസ്സ് നിറയെ കോപാകുലയായി ദേവി കുന്നുകൾ കയറി വരുന്നതും വിശ്രമശേഷം ശാന്തസ്വരൂപിണിയായി തിരികെ പോകുന്നതിൻ്റെയും അപൂർണ ചിത്രങ്ങൾ ഒരു നേർത്ത ചിലങ്കക്കിലുക്കമായി അവശേഷിച്ചു. എല്ലാ വേങ്കമല അമ്മ ഭക്തർക്കും അമ്മയുടെ അനുഗ്രഹവും നന്മകളും ഉണ്ടാകട്ടെ.